أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറു അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. അതായത് തീർച്ചയായും അല്ലാഹു അമാനത്തുകൾ അവയുടെ അർഹരായവരെ ഏൽപ്പിക്കാൻ കൽപ്പിക്കുന്നു. ഒരു ഹദീസിൽ പ്രകാരം വന്നിരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മേൽനോട്ടക്കാരനായി നിയോഗിക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനം അല്ലെങ്കിൽ ഭാരവാഹിത്വം ഒരു അമാനത്ത് അഥവാ വിശ്വസ്ത മുതലാകുന്നു. ചുരുക്കത്തിൽ ഈ അടിസ്ഥാനത്തിൽ നമ്മുടെ ജമാഅത്തി സംവിധാനത്തിലും ഓരോ ഭാരവാഹിത്വത്തിലും അല്ലെങ്കിൽ സേവനത്തിലും നിയമിക്കപ്പെടുന്നവർക്ക് അത് അമാനത്താകുന്നു. നമ്മുടെ ജമാഅത്തിന്റെ സംവിധാനത്തിൽ എല്ലാ തലത്തിലും നമ്മൾ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്ര രാജ്യ തലം വരെയും അതുപോലെ കേന്ദ്രത്തിലും കൂടാതെ പോഷക സംഘടനകളിലും ഇതേ ക്രമത്തിൽ തന്നെയാണ് ഭാരവാഹികളെ നിശ്ചയിക്കുന്നത്. ജമാഅത്തി സംവിധാനമോ അല്ലെങ്കിൽ പോഷക സംഘടനകളുടെ സംവിധാനമോ ആകട്ടെ, എല്ലാ സ്ഥലത്തും താഴെ തലം മുതൽ കേന്ദ്ര തലം വരെ ഭാരവാഹികൾ നിശ്ചയിക്കപ്പെടുന്നു. പൊതുവിൽ ഇത് തിരഞ്ഞെടുപ്പ് മുഖേനയാണ് ഉണ്ടാകുന്നത്. അല്ലാഹു കൽപ്പിക്കുന്നു, നിങ്ങൾ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ, അതായത് നിങ്ങളുടെ വീക്ഷണത്തിൽ പ്രസ്തുത ജോലിക്ക് ഏറ്റവും അനുയോജ്യനായ ആളെ അഥവാ പ്രസ്തുത ജോലിയുടെ വിശ്വസ്തത യഥാവിധി നിർവഹിക്കാൻ കഴിവുള്ള ആളെ തിരഞ്ഞെടുക്കുക. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സൗഹൃദമോ കുടുംബ ബന്ധങ്ങളോ മുൻനിർത്താൻ പാടുള്ളതല്ല. ചില സമയത്ത് ഭാരവാഹികൾ കേന്ദ്രത്തിൽ നിന്നോ കാലത്തിൻ്റെ ഖലീഫയുടെ ഭാഗത്തു നിന്നോ നേരിട്ട് നിയമിക്കപ്പെടാറുമുണ്ട്. എങ്കിലും നല്ലപോലെ ചിന്തിച്ച് ഏറ്റവും അനുയോജ്യനായ ആളെ കണ്ടെത്തണമെന്നും അയാളെ നിശ്ചയിക്കണമെന്നും ഉള്ള കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് അനുമാനങ്ങൾ തെറ്റാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്ഥാനം കിട്ടിയതിനു ശേഷം ആളുകളുടെ സ്വഭാവവും മാറുന്നു. വിനയത്തോടെയും അധ്വാനത്തോടെയും നീതിയോടെയും പ്രവർത്തിക്കേണ്ട ആത്മാവാണ് ഒരു ഭാരവാഹിയിൽ ഉണ്ടാകേണ്ടത്. പക്ഷെ അത് നിലനിൽക്കുന്നുണ്ടാവില്ല. അത്തരം അവസരങ്ങളിൽ
അത്തരം വ്യക്തികളുടെ പെരുമാറ്റങ്ങൾക്കുള്ള ഉത്തരവാദിത്തം അയാൾക്ക് മാത്രമായിരിക്കും, തെരഞ്ഞെടുത്തവർക്കായിരിക്കില്ല. ചുരുക്കത്തിൽ നമ്മളെക്കാളും യോഗ്യരായ ആളുകളെ ദുആ ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കുവാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഏതായിരുന്നാലും പൊതുവിൽ ഏതെങ്കിലും വ്യക്തിയെ എന്തെങ്കിലും ജോലിയിൽ നിയമിക്കുമ്പോൾ അയാൾ ഭാരവാഹി ആകുന്നതിന് വേണ്ടി മാത്രം മുന്നിലേക്ക് ഓടിവരുന്ന ആളാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ചില സമയത്ത് അത്തരം വ്യക്തികളുടെ പേരിൽ ജമാഅത്തിലെ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഭാരവാഹിത്വത്തിന് വേണ്ടി ശുപാർശ ചെയ്യപ്പെടുമ്പോൾ കേന്ദ്രത്തിനോ കാലത്തിന്റെ ഖലീഫക്കോ അയാളുടെ അവസ്ഥയെക്കുറിച്ച് അറിയുമെങ്കിൽ അയാളെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതുമല്ല. ഈ കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾക്ക് തികച്ചും അനുഗുണമാകുന്നു. ഒരു നിവേദനമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുന്നിൽ 2 ആളുകൾ വന്നു പറഞ്ഞു, ഞങ്ങളെ ഇന്ന ജോലി ഏൽപ്പിച്ചാലും ഞങ്ങൾ അതിന് അർഹരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഞാൻ ആരെങ്കിലും ഏതെങ്കിലും ജോലിക്ക് വേണ്ടി നിയമിക്കുമ്പോൾ അള്ളാഹു അയാളെ സഹായിക്കുന്നു. ആരെങ്കിലും സ്വയം ആഗ്രഹിച്ചുകൊണ്ട് ജോലി സ്വന്തം ചുമലിൽ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നീട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് സഹായമുണ്ടാവുകയില്ല. അയാളുടെ ജോലികളിൽ അനുഗ്രഹമുണ്ടാവുന്നതല്ല. അതുകൊണ്ട് ഒരിക്കലും ഭാരവാഹിത്വം ആഗ്രഹിച്ചുകൊണ്ട് ഭാരവാഹിത്വം നേടുന്നതിന് വേണ്ടി ശ്രമിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ദീനിനെ സേവിക്കുന്നതിനുള്ള താല്പര്യം തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. തനിക്ക് അവസരം ലഭിക്കണമെന്നും ദീനിന് സേവനം ചെയ്യാൻ കഴിയണമെന്നും ആഗ്രഹമുണ്ടാകണം. ഏത് രീതിയിലാണെങ്കിലും ഈ സേവനം ഏത് തരത്തിലുള്ളത് ആണെങ്കിലും അത് നിറവേറ്റുന്നതിന് വേണ്ടി നല്ലപോലെ ശ്രമിക്കേണ്ടതുമാണ്. ചുരുക്കത്തിൽ ഭാരവാഹിത്വത്തിനുള്ള ആഗ്രഹം, ഏതെങ്കിലും ജോലിയുടെ മേൽനോട്ടക്കാരനായി ചെയ്യാനുള്ള ആഗ്രഹം അനിഷ്ടകരമായ സംഗതിയാകുന്നു. അതേസമയം ഏത് തരത്തിലുള്ള സേവനമാണെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം അഭികാമ്യമാണ്. ഈ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങളെ എപ്പോഴും മുന്നിൽ വെച്ചുകൊണ്ട്, അതായത് ദുആക്ക് ശേഷം നിങ്ങളുടെ വീക്ഷണത്തിൽ അതിന് ഏറ്റവും ഉചിതമായ ആളുകളെ സേവനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടതാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ, ഭാരവാഹിത്വം ആഗ്രഹിക്കുന്നവരെ ജമാഅത്ത് സംവിധാനത്തിലും എല്ലാ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. തെരഞ്ഞെടുക്കുന്നവർ നീതിപൂർവം തിരഞ്ഞെടുക്കാനുള്ള തങ്ങളുടെ കടമ നിറവേറ്റേണ്ടതാണ്. പൊതുവിൽ തിരഞ്ഞെടുപ്പിനുള്ള നമ്മുടെ രീതി എന്തെന്നാൽ, കേന്ദ്ര രാജ്യ തലത്തിൽ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിപ്രായങ്ങൾ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനോടൊപ്പം കാലത്തിന്റെ ഖലീഫയ്ക്ക് സമർപ്പിക്കപ്പെടുന്നു. ഭൂരിപക്ഷമുള്ള ആളെ തിരഞ്ഞെടുക്കാനോ കുറഞ്ഞ വോട്ട് കിട്ടിയ ആളെ തിരഞ്ഞെടുക്കാനോ കാലത്തിന്റെ ഖലീഫയ്ക്ക് അധികാരമുണ്ട്. ചില സമയത്ത് ചില വ്യക്തികളെക്കുറിച്ച് ചില കാര്യങ്ങൾ കേന്ദ്രത്തിനും കാലത്തിന്റെ ഖലീഫക്കും അറിവുണ്ടായിരിക്കാം, പൊതുജനങ്ങൾക്ക് അറിയുകയില്ല. ഏതായിരുന്നാലും ഭൂരിപക്ഷം കിട്ടിയ ആളെ തന്നെ തിരഞ്ഞെടുത്തു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ രാജ്യതലത്തിലുള്ള ജമാഅത്തുകളുടെ തിരഞ്ഞെടുപ്പിൽ നിയമാവലി അനുസരിച്ച് ചില പ്രാദേശിക അംഗീകാരങ്ങൾ കേന്ദ്ര സംവിധാനം നൽകാറുണ്ട്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ
കാലത്തിന്റെ ഖലീഫയോട് ചോദിക്കുന്നതുമാണ്. സാധ്യമാകുന്നിടത്തോളം നല്ലപോലെ പ്രവർത്തിക്കുന്ന ഭാരവാഹികളെ കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഏത് തരത്തിലുള്ള ആളുകളെയാണോ കിട്ടുന്നത് അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരാറുമുണ്ട്. എന്നാൽ ഇവിടെ തിരഞ്ഞെടുക്കുന്നവർ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ അമാനത്ത് അഥവാ വിശ്വസ്തത തങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഏതെങ്കിലും സ്ഥാനം ആഗ്രഹിക്കുന്നവരെയോ അതല്ലെങ്കിൽ സൗഹൃദത്തിന്റെ പേരിലോ കുടുംബ ബന്ധത്തിന്റെ പേരിലോ ഭൂരിപക്ഷം ആളുകളും കൈ ഉയർത്തിയിരിക്കുന്നത് കണ്ട് താനും കൈ ഉയർത്തുകയാണ് എന്നുള്ള തരത്തിൽ ആകരുത്. ഇത് ദൈവിക കൽപ്പനയ്ക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാഠങ്ങൾക്കും എതിരാകുന്നു. ജമാഅത്ത് കേന്ദ്ര സംവിധാനത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ ഈ വർഷം നടക്കാനില്ല, അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പോഷക സംഘടനകളുടെ തിരഞ്ഞെടുപ്പുണ്ട്. ചില സ്ഥലങ്ങളിൽ അൻസാറിന്റെയും ഖുദ്ദാമിന്റെയും ലജ്നയുടെയും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് ഈ പോഷക സംഘടനയുടെ അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അംഗങ്ങളാകുന്നവർ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തങ്ങളുടെ വോട്ടിന്റെ അവകാശം വിനിയോഗിക്കേണ്ടതാണ്. ദുആക്ക് ശേഷം നീതിപൂർവം തങ്ങളുടെ വീക്ഷണത്തിൽ ഉത്തമനായ വ്യക്തിക്ക് വേണ്ടി കാലത്തിന്റെ ഖലീഫയുടെ മുന്നിൽ ശുപാർശ സമർപ്പിക്കേണ്ടതാണ്. നമ്മൾ നീതിപൂർവം നമ്മുടെ കടമകൾ നിറവേറ്റുന്നവരായി തീരുമ്പോൾ മാത്രമാണ് ജമാഅത്തിന്റെ പുരോഗതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മൾ ദൈവിക പ്രീതി കരസ്ഥമാക്കുന്നവരായി തീരുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ ഞാൻ ഭാരവാഹികളെ അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്കും ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ജമാഅത്ത് ഭാരവാഹികൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. എന്നാൽ അവർക്ക് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം. എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത് എന്തെന്നാൽ അള്ളാഹു നമുക്ക് സേവനത്തിന് അവസരം തന്നിരിക്കുന്നു എന്നും അതുകൊണ്ട് അവന്റെ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കാൻ നമ്മൾ എല്ലാത്തരം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അതീതമായി നമ്മുടെ കടമകൾ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി നിർവഹിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ചില ഭാരവാഹികളെ കുറിച്ച് പരാതികൾ വരാറുണ്ട്. അതായത് അവരുടെ പെരുമാറ്റം വിനയത്തോടെയുള്ള പെരുമാറ്റമല്ല. ഭാരവാഹി ആയതിനു ശേഷം തങ്ങൾ എന്തോ അസാധാരണ വ്യക്തിത്വങ്ങളായി തീർന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രകടനമായിരിക്കും. ഒരു ഔന്നിയത്ത് ഉണ്ടായി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏതായാലും അവർ തങ്ങളെ വലുതാണ് എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഭാരവാഹികൾ. അവർ ജീവിതം വഖഫ് ചെയ്തവർ കൂടിയാണെങ്കിൽ അവർക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല. വഖഫ് ചെയ്ത ചില ആളുകളെ ജനറൽ സെക്രട്ടറി ആക്കുകയുണ്ടായി. തുടർന്ന് അവരെ സംബന്ധിച്ച് അഹങ്കാരത്തോട് പെരുമാറുന്നു എന്നും സലാമിന് മറുപടി പോലും നൽകുന്നില്ല എന്നും പരാതി ഉണ്ടാകുന്നു. അത്തരം നിലപാടുകളുള്ളവർ തങ്ങളിൽ മാറ്റം വരുത്തേണ്ടതാണ്. അള്ളാഹു സേവനത്തിന് അവസരം നൽകിയതിനാൽ ഭൂമിയിലേക്ക് കൂടുതലായി കുനിയുക. ഓരോ കുട്ടിയോടും വലിയവരോടും സ്നേഹത്തോടെയും വിനയത്തോടെയും പെരുമാറുക. നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത് ജമാഅത്ത് അംഗങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ഓഫീസറാണെന്ന് പ്രതാപം പ്രകടിപ്പിക്കാനല്ല. പിന്നെ ചില ആളുകൾ ശരിയായ രീതിയിൽ കടമകൾ നിറവേറ്റുന്നുമില്ല. ഇവിടെ എൻ്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങളിൽ റിപ്പോർട്ടിന് വേണ്ടി അയക്കുമ്പോൾ അത് അവരുടെ മേശവലിപ്പിനുള്ളിൽ തന്നെ കിടക്കുന്നു. ഓർമ്മപ്പെടുത്താതെയും കൂടെ കൂടെ ചോദിക്കാതെയും ഇരിക്കുകയാണെങ്കിൽ 6 മാസത്തിനോ വർഷത്തിനോ ശേഷം ഒരു മാപ്പ് എഴുതിക്കൊണ്ട് പറയുന്നു, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്ക് യഥാസമയം അത് നിറവേറ്റാൻ കഴിഞ്ഞില്ല. കേന്ദ്രത്തിൻ്റെ കത്തുകളോട്, കാലത്തിൻ്റെ ഖലീഫയുടെ കത്തുകളോട് ഈ നിലയിലാണ് പെരുമാറുന്നത് എങ്കിൽ പിന്നെ സാധാരണ ജമാഅത്ത് അംഗത്തിനെ സംബന്ധിച്ചിടത്തോളം
അവരിൽ നിന്ന് നല്ല പെരുമാറ്റമുണ്ടാകും എന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? ഇത്തരം ആളുകൾ തങ്ങളിൽ മാറ്റം വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവരെ സേവനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. ഭാരവാഹികളെ അവരുടെ ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, തങ്ങൾക്കുള്ളിൽ വിനയം ഉണ്ടാക്കുക. നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ യഥാവിധി നിർവഹിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു ഏതു സമയത്തും നമ്മുടെ മേൽനോട്ടക്കാരനാണെന്നും നമ്മുടെ ഓരോ അനക്കവും അവൻ കാണുന്നുണ്ട് എന്നും എപ്പോഴും ഓർമ്മ വെക്കേണ്ടതാണ്. ഏതെങ്കിലും ഭാരവാഹിത്വം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാകുന്നില്ല. മറിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ പിടുത്തത്തിന് കീഴിലായി കൂടുതലായി വരികയാണ് ചെയ്യുന്നത്. ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുക്കുകയും കാലത്തിന്റെ ഖലീഫ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഈ സേവനത്തിന് വേണ്ടി അംഗീകാരം നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ വിശ്വാസം നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ കഴിവുകളും പ്രസ്തുത സേവനം നല്ല രീതിയിൽ നിർവഹിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കേണ്ടതാണ്. ഈ ഒരു ചിന്ത ഉണ്ടായാൽ ശരിയായി ജോലി ചെയ്യാനുള്ള ആത്മാവും ഉണ്ടാകുന്നതാണ്. ജമാഅത്തിലെ അംഗങ്ങളും സഹകരിക്കുന്നതാണ്. ചില ഭാരവാഹികൾ ചില വകുപ്പുകളുടെ കാര്യത്തിൽ ജമാഅത്തിലെ അംഗങ്ങൾ സഹകരിക്കാറില്ല എന്ന് പരാതിപ്പെടാറുണ്ട്. തീർച്ചയായും ജമാഅത്ത് അംഗങ്ങളുടെ ഉത്തരവാദിത്വം എന്തെന്നാൽ, ആരെയാണോ നിങ്ങൾ സ്വയം വിവിധ ദീനീ സേവനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അവരുമായി സഹകരിക്കുകയും വേണം എന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഭാരവാഹികളും തങ്ങളുടെ ഉന്നത മാതൃകകൾ ജനങ്ങൾക്ക് മുന്നിൽ സ്ഥാപിക്കേണ്ടതാണ്. ഒരു ഭാരവാഹിയെക്കുറിച്ച് അയാൾ തന്റെ വരുമാനമനുസരിച്ച് ശരിയായ രീതിയിൽ ചന്ത കൊടുക്കുന്നില്ല, കുറഞ്ഞ ഷറ അനുസരിച്ച് ചന്ത കൊടുക്കാൻ അനുമതി വാങ്ങിയിട്ടുമില്ല എന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. അത്തരം വ്യക്തി മറ്റുള്ളവർക്ക് എന്ത് മാതൃകയാണ് കാണിച്ചു കൊടുക്കുക? സാമ്പത്തിക ത്യാഗം ചെയ്യാൻ മറ്റുള്ളവരോട് എങ്ങനെയാണ് പറയുക? ചുരുക്കത്തിൽ തങ്ങളുടെ വ്യക്തിപരമായ മാതൃക അനിവാര്യമാകുന്നു. ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ തസ്ബീഹ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. തങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് വിലയിരുത്തേണ്ടതും അനിവാര്യമായ കാര്യമാകുന്നു. തർബീയത്ത് സെക്രട്ടറി 5 നേരം നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാൻ ഉപദേശിക്കുക? അതുപോലെ വഖഫ് ചെയ്ത ഒരാൾ സ്വയം നഫ്ലുകൾ അനുഷ്ഠിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ജമാഅത്ത് അംഗങ്ങളെ ഉപദേശിക്കുക? ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ, അനഹമദി മൗലവിമാർ ഉപദേശിക്കുന്നു എങ്കിലും അവരുടെ കർമ്മങ്ങൾ അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ചല്ലെന്നും അതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് പ്രഭാവമുണ്ടാകുന്നുമില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും വളരെയേറെ ചിന്താകുലരായി കഴിച്ചുകൂട്ടേണ്ടതും ഓരോ ചുവടും ഊതി വെക്കേണ്ടതും അനിവാര്യമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അമാനത്തുകളുടെ ഉത്തരവാദിത്തം യഥാവിധി നിറവേറ്റാൻ കഴിയുകയുള്ളൂ. ജമാഅത്ത് സെക്രട്ടറിമാർ തങ്ങളുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജമാഅത്തിന് ശിക്ഷണം നൽകുകയാണെങ്കിൽ ജമാഅത്ത് അംഗങ്ങൾക്കുള്ളിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓരോ ഭാരവാഹിയും തന്റെ വകുപ്പ് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതിന് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതിന് വേണ്ടി ചുരുങ്ങിയത് 2 നഫ്ലുകൾ ദിവസവും അനുഷ്ഠിക്കേണ്ടതാണ്. തർബിയത്ത് വകുപ്പ് സജീവമാകുകയാണെങ്കിൽ മറ്റ് വകുപ്പുകൾ എൻ്റെ വീക്ഷണത്തിൽ സ്വയം തന്നെ ചുരുങ്ങിയത് 70% നല്ല നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഭാരവാഹികൾ തങ്ങളുടെ മാതൃകൾ സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും ജമാഅത്ത് അമീർമാരും സദർമാരും തർബിയത്ത് സെക്രട്ടറിമാരും ബാക്കിയുള്ളവരും ചെയ്യേണ്ടതാണ്. അല്ലാതെ ബാക്കിയുള്ളവർ ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല എന്നല്ല. ഈ ഭാരവാഹികളെ പ്രത്യേകമായി ശ്രദ്ധ ക്ഷണിക്കുന്നത് കൊണ്ട് ഒരിക്കലും തന്നെ മറ്റുള്ളവർ ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല എന്നല്ല അതിൻ്റെ ഉദ്ദേശം.
ഓരോരുത്തരും ചെയ്യുമ്പോഴാണ് ജമാഅത്ത് പുരോഗതി ശരിയായ രീതിയിൽ ഉണ്ടാവുന്നത്. തങ്ങളുടെ മാതൃകകൾ സ്ഥാപിച്ചില്ല എങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതരുത്. ഒരുപാട് ന്യൂനത ഉണ്ടാവുന്നതാണ്. ഓരോ ഭാരവാഹിയുടെയും കർമ്മത്തിൽ ന്യൂനത ഉണ്ടാകും. സെക്രട്ടറിമാർ തന്റെ ചന്ത കൊടുക്കുന്നതിൽ ശ്രദ്ധയില്ലാത്ത ആളാണെങ്കിൽ, ഞാൻ പറഞ്ഞു വന്നതുപോലെ, അയാൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയാൻ കഴിയുക? അയാൾ പറയുന്നതിൽ എന്താ അനുഗ്രഹമാണ് ഉണ്ടാവുക? തബ്ലീഗ് സെക്രട്ടറി തന്റെ കർത്തവ്യങ്ങൾ യഥാവിധി നിർവഹിക്കുന്നില്ല എങ്കിൽ ജമാഅത്ത് അംഗങ്ങളെ എങ്ങനെയാണ് കർമ്മനിരതരാക്കുക? ഓരോ വകുപ്പും പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ പോഷക സംഘടനകളുടെ സദർമാരുടെ ഭാരവാഹിത്വമുണ്ട്. മറ്റ് ആമല മെമ്പർമാരുടെ ഭാരവാഹിത്വവും പ്രധാനപ്പെട്ടതാണ്. പോഷക ഘടകങ്ങളിലും എല്ലാ തലത്തിലും തങ്ങളെ സക്രിയമാക്കേണ്ടതാണ്. ചില സ്ഥലങ്ങളിൽ ലജ്ന സദറിനെ കുറിച്ച് അവരുടെ നിലപാടുകൾ ശരിയല്ലെന്ന് പറഞ്ഞ് പരാതി വരുന്നു. നവ അഹമ്മദി സ്ത്രീകളുമായുള്ള ചിലരുടെ പെരുമാറ്റം ശരിയല്ല. അവരെ അടുപ്പിക്കുന്നതിന് പകരം അവരെ ദൂരേക്ക് ഓടിച്ചു കളയുന്നതിന് ഇവർ കാരണക്കാരായിത്തീരുന്നു. ഈ നവ അഹമ്മദി സ്ത്രീകളോട് ഞങ്ങൾ നിങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് മോശമായ രീതിയിൽ പറയുന്നു. എന്റെ വീക്ഷണത്തിൽ അത്തരം സദർ ലജ്നകൾ സ്വയം മാറ്റത്തിന് വിധേയരാകേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാനുള്ള കാരണം ചില ആളുകളുടെ പക്കൽ ഭാരവാഹിത്വം സ്ഥായിയായി നിലനിൽക്കുന്നത് എന്നതാണ്. ലജ്ന അംഗങ്ങളും തങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ആരാണ് അർഹയായിട്ടുള്ളത്, ആർക്കാണ് അർഹതയില്ലാത്തത്, ആര് മുഖേനയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നൊന്നും നോക്കുന്നില്ല. ചില പരാതികൾ വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് ആളുകളുടെ ഈമാന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമായിത്തീരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വരുന്ന സ്ത്രീകൾ തങ്ങളുടെ വോട്ട് നീതിപൂർവം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ പരാതികളും ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ അമാനത്തുകൾക്ക് അതിൻ്റെ അർഹരായവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പരാതികളും അവസാനിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇസ്ലാഹ് ചെയ്യാൻ കഴിയുന്നതല്ല. ഭാരവാഹികളോട് ഒരു കാര്യം കൂടി പറയട്ടെ. അവർ സ്റ്റേജുകളിൽ ഇരിക്കാൻ മാത്രമുള്ളവരല്ല. ഓരോ ഭാരവാഹിയും തന്റെ കടമ ഒരു സാധാരണ പ്രവർത്തകനെ പോലെ ചെയ്യേണ്ടതാണ്. ഒരു നവ അഹമ്മദിയായ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇവർ പുറത്തുനിന്ന് ജലസയിൽ വന്ന സ്ത്രീയാണ്. പറയുന്നു, ഇവിടെ ജലസയിൽ ഒരു കാര്യം പ്രത്യേകമായി എന്നെ ആകർഷിച്ചു. അതെന്തെന്നാൽ സദർ ലജ്ന ഡിസിപ്ലിൻ ഡ്യൂട്ടിയിൽ ഉള്ള പെൺകുട്ടികളോടൊപ്പം ഡ്യൂട്ടി ചെയ്യുന്നതായി ഞാൻ കണ്ടു. ചുരുക്കത്തിൽ അത് സദറിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അവർ ചെയ്തത് അസാധാരണമായ ഒരു ജോലിയൊന്നുമല്ല. അവർ ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയും എല്ലാ സ്ഥലത്തും മേൽനോട്ടം വഹിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ കുറ്റക്കാരിയാണ്. സദർ ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യുകയോ അതല്ലെങ്കിൽ ചെക്ക് ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ തൻ്റെ ഈമാന്റെ കടമകൾ യഥാവിധി നിർവഹിക്കുന്നവരാകുന്നില്ല. ഏതായിരുന്നാലും തങ്ങളുടെ അമാനത്തുകളുടെ കടമകൾ യഥാവിധി നിർവഹിക്കുന്ന ഭാരവാഹികൾ മറ്റുള്ളവരുടെ മാറ്റത്തിനും കാരണമായി തീരുന്നു. അത് ലജ്നയിലും ഉണ്ടാകുന്നു. സമൂഹത്തിന്റെ നേതാവ് സമൂഹത്തിന്റെ സേവകരാണ് എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം നമ്മുടെ ഭാരവാഹികൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. എല്ലാ ഭാരവാഹികളും പൊതുവിൽ ജമാഅത്തംഗങ്ങളുമായുള്ള വ്യക്തിപരമായ ബന്ധം പുലർത്തേണ്ടതാണ്. അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കെടുക്കുക. ജമാഅത്ത് സംവിധാനം എന്നത് പരസ്പരം ദയാവായ്പിന്റെ വികാരങ്ങൾ വളർത്താനുള്ളതാണെന്നും പരസ്പരം കരുതൽ ഉണ്ടാക്കുന്നതിനുമാണ് ഉള്ളത് എന്നും ഓരോ ജമാഅത്ത് അംഗത്തിനെയും ബോധ്യപ്പെടുത്തേണ്ടതാണ്. ആരും തന്നെ ഓഫീസറും ആരും തന്നെ കീഴിലുള്ളവരുമല്ല. നമ്മളെല്ലാവരും ഒന്നാണ്. എല്ലാവരും സഹോദരങ്ങളുമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം പൂർത്തീകരിക്കാനായി നാം ഓരോരുത്തരും നമ്മുടെ കഴിവനുസരിച്ച് പരിശ്രമിക്കുന്നു.
ഈ ചിന്ത കൊണ്ട് തന്നെയാണ് ജമാഅത്ത് വ്യവസ്ഥിതി സുന്ദരമായൊരു വ്യവസ്ഥിതിയായി മാറുകയുള്ളൂ. ഈ ചിന്ത തന്നെയാണ് നമ്മെ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ഉതകുകയുള്ളൂ. ഈ ചിന്ത ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നാം ഈ ചിന്താഗതിക്കെതിരിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നാം അള്ളാഹുവിന്റെ കോപത്തെ സമ്പാദിക്കുന്നവരായി മാറും. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വരുന്നു, ഹദ്റത്ത് മുഅക്കൽ ബിൻ യാസർ നിവേദനം ചെയ്യുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി കേട്ടു, ജനങ്ങളുടെ മേൽനോട്ടക്കാരനായും ഉത്തരവാദിയായും അള്ളാഹു ആരെങ്കിലും നിശ്ചയിക്കുകയും അയാൾ മേൽനോട്ടം വഹിക്കുന്നതിലും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിലും വീഴ്ച വരുത്തുകയുമാണെങ്കിൽ അയാളുടെ മരണശേഷം അയാൾക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കുന്നു. ഇത് വലിയൊരു മുന്നറിയിപ്പാണ്, ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ്, ചിന്താർഹമായ കാര്യവുമാണ്. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം വരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും മേൽനോട്ടക്കാരൻ, എല്ലാവരും തങ്ങൾക്ക് കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. ഇതൊരു നീണ്ട ഹദീസാണ്. മേൽനോട്ടക്കാരെ കുറിച്ച് മറ്റു സ്ഥലങ്ങളിലും പരാമർശമുണ്ട്. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ഞാൻ വായിക്കാം. പറയുന്നു, അമീറും മേൽനോട്ടക്കാരനാണ്, അതായത് ഭാരവാഹികളും. ഇതിൽ ഭാരവാഹികളും ഉൾക്കൊള്ളുന്നു. അവരും മേൽനോട്ടക്കാരാണ്. എല്ലാവരും അവരുടെ കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കീഴിലുള്ളവർ എന്നതുകൊണ്ട് ഭരിക്കപ്പെടുന്നവർ എന്നർത്ഥമില്ല, മറിച്ച് സഹായം ആവശ്യമുള്ളവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വവും ഇസ്ലാഹ് ആവശ്യമുള്ളവരെ ഇസ്ലാഹ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ജനങ്ങളുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസിൽ ഉദാഹരണമായി പറയുന്നു, ഭർത്താവ് തൻ്റെ വീടിൻ്റെ മേൽനോട്ടക്കാരനാണ്, സ്ത്രീ തൻ്റെ കുട്ടികളുടെ മേൽനോട്ടക്കാരിയാണ്. ഇതെല്ലാം ഭരണം നടത്തുന്ന മേൽനോട്ടക്കാർ അല്ലല്ലോ, മറിച്ച് തൻ്റെ ആശ്രിതരുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത്തരം ആളുകൾക്ക് സ്വർഗ്ഗം നിഷിദ്ധമാക്കപ്പെടും. തന്താങ്ങളുടെ പ്രദേശങ്ങളിൽ മേൽനോട്ടക്കാരും ഭാരവാഹികളുമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ശരിയായ രീതിയിൽ തങ്ങളുടെ ജോലി ചെയ്യുന്നില്ല എങ്കിൽ തങ്ങളുടെ പ്രദേശങ്ങളിൽ കാലത്തിന്റെ ഖലീഫയുടെ വെറും നാമധാരികളായ പ്രതിനിധികൾ മാത്രമാണെങ്കിൽ അത്തരക്കാർ കാലത്തിന്റെ ഖലീഫയെയും അപമാനിതരാക്കുകയും കാലത്തിന്റെ ഖലീഫയെ തെറ്റുകാരനാക്കുകയും ചെയ്യുന്നതാണ്. മാസങ്ങളോളം റിപ്പോർട്ട് അയക്കാതിരിക്കുന്ന ഉദാഹരണം ഞാൻ പറഞ്ഞതുപോലെ ഇത്തരക്കാർ യഥാർത്ഥത്തിൽ തങ്ങളുടെ സംസ്കരണം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ കൂടി അവരുടെ തെറ്റിൽ ഉൾപ്പെടാതിരിക്കാൻ അവരെ സേവനത്തിൽ നിന്നും പുറത്താക്കൂ എന്നല്ലാതെ മറ്റൊരു പോംവഴിയും ഞാൻ കാണുന്നില്ല. ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഇത്തരത്തിലുള്ളവരും ഇസ്തിഗ്ഫാർ ചെയ്യുകയും തങ്ങളുടെ സംസ്കരണം നടത്തുകയും ചെയ്യുക. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജോലി ചെയ്യുന്നവരും ഒരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി മാത്രം ഭാരവാഹി ആകാത്തവരുമായ സുൽത്താൻ നസീർമാരെ അള്ളാഹു എപ്പോഴും നൽകുമാറാകട്ടെ. മുസ്ലിങ്ങളുടെ സാമൂഹികമായ കാര്യങ്ങളുടെ മേൽനോട്ടക്കാരനായി നിയമിക്കപ്പെട്ടവർ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്തതുവരെ അള്ളാഹു അയാളുടെ ആവശ്യങ്ങളും നിറവേറ്റുന്നതല്ല എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശവും വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഈ ഉത്തരവാദിത്വം എത്രത്തോളം കാലത്തിന്റെ ഖലീഫയുടേതാണോ അത്രത്തോളം തന്നെ ഓരോ ജമാഅത്തിലുമുള്ള ഖലീഫയുടെ പ്രതിനിധികളുടേതുമാണ്. ഭാരവാഹികളുടെ മേൽ ഇത് വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. മജ്ലിസ് ആമലയിൽ ഇരുന്ന് അഭിപ്രായം പറയുകയും യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ കടമകൾ നിർവഹിച്ചു എന്ന് കരുതുന്നത് മതിയായതല്ല. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് അനിവാര്യമായ കാര്യം. നമുക്ക് ലഭ്യമായ സൗകര്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏറ്റവും മികച്ച ഉപായം തേടേണ്ടതുമാണ്. ഇത്തരം ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉമ്മൂറെ ആമ വകുപ്പും സനത്തോ തിജാറത്ത് വകുപ്പുമുണ്ട്. അതിനാൽ പോഷക സംഘടനകളും
വളരെ കർമ്മോത്സുകരായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ പക്കൽ സൗകര്യങ്ങൾ കുറവാണ്. എന്നിരുന്നാലും നമ്മളുടെ പക്കലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് ശരിയായ പദ്ധതികൾ ആവിഷ്കരണം ചെയ്താൽ നൂറുകണക്കിന് ആളുകൾക്ക് സഹായം എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ എല്ലാ ജമാഅത്തുകൾക്കും ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന വകുപ്പ് റിഷ്താനാത്ത വകുപ്പാണ്. ഇതിനായി വളരെ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് ആവശ്യമാണ്. ജമാഅത്ത് വ്യവസ്ഥിതിയും പോഷക സംഘടനകളും ഒരുമിച്ച് ഈ ജോലി ചെയ്യേണ്ടതാണ്. ജമാഅത്തിന്റെയും പോഷക സംഘടനകളെയും തർബിയത്ത് വകുപ്പും വളരെ കർമ്മോത്സുകരാകേണ്ടതുണ്ട്. ഈ വകുപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ തിരിഞ്ഞു വരിക. വിവാഹ ബന്ധങ്ങളുടെ കാര്യത്തിൽ നാം സമ്പത്തിനോ കുടുംബ മഹിമക്കോ സൗന്ദര്യത്തിനോ പ്രാധാന്യം നൽകുന്നതിന് പകരം ദീനിന് പ്രാധാന്യം നൽകണമെന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ യുവാക്കൾക്ക് തർബീത്ത് നൽകപ്പെടേണ്ടതാണ്. ദീനിന് നാം പ്രാധാന്യം നൽകുകയാണെങ്കിൽ നമ്മുടെ യുവാക്കളും യുവതികളും തങ്ങളുടെ ആത്മീയ അവസ്ഥയെ മെച്ചപ്പെടുത്താനും അള്ളാഹുമായുള്ള സാമീപ്യത്തിനും പ്രാഥമികത നൽകുന്നതാണ്. ഇത്തരത്തിൽ നാം നമ്മുടെ വരുംകാല തലമുറയെയും സംരക്ഷിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ദജ്ജാലിന്റെ ചതിപ്രയോഗങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാൻ സാധാരണ പ്രയത്നങ്ങൾ കൊണ്ട് സാധ്യമല്ല. അതിനാൽ വളരെ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വരും. ഓരോ ഭാരവാഹിയും തങ്ങളുടെ വീടിന്റെ ഇസ്ലാഹ് ആദ്യം ചെയ്യുകയും ശേഷം ജമാഅത്തിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുക. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കും എന്ന നമ്മുടെ വാദം മാത്രമാകാതെ നമ്മളിൽ ഓരോരുത്തരും അതിന്റെ കർമ്മരൂപമായി മാറേണ്ടതുണ്ട്. ഇത് നടന്നാൽ മാത്രമാണ് നമുക്ക് ദജ്ജാലിനെ നേരിടാൻ കഴിയുകയുള്ളൂ, നമ്മുടെ തലമുറകളെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ, നമ്മുടെ വാഗ്ദാനങ്ങളെ പൂർത്തിയാക്കുകയും അതിന്റെ കടമകൾ നിർവഹിക്കാനും കഴിയുകയുള്ളൂ, നമ്മുടെ അമാനത്തുകളുടെ കടമകൾ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ തങ്ങളുടെ അമാനത്തുകളുടെ കടമകൾ നിർവഹിക്കാനായി ലോകത്തുള്ള എല്ലാ ജമാഅത്തുകളുടെയും രാജ്യതലത്തിലുള്ളതും പ്രാദേശികവുമായ ആംലകളും അതുപോലെ പോഷക സംഘടനകളും ഈ കാര്യത്തിൽ വളരെയധികം ചിന്തിക്കുകയും ഒരു പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുകയും വേണം. ഞാൻ ഉദാഹരണം എന്നോണം ഉമ്മൂറെ ആമയുടെ ജോലിയെ സംബന്ധിച്ച് സംക്ഷിപ്തമായി പറഞ്ഞുവല്ലോ. നമ്മുടെ സംവിധാനത്തിൽ ഉമ്മൂറെ ആമയുടെയും ഒരു വിഭാഗമുണ്ട്. വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്ന ഒരു വിഭാഗമാണിത്. അങ്ങനെ തന്നെയുമാണ്. എന്നാൽ ഈ വിഭാഗത്തിന്റെ ജോലി ജനങ്ങൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ശക്തമായി താക്കീത് നൽകലോ ആണെന്നാണ് പൊതുവിലുള്ള ധാരണ. ലോകത്തെവിടെയുമുള്ള ഉമ്മൂറെ ആമയിൽ ജോലി ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ ജോലി ഇത് മാത്രമല്ല എന്നതാണ്. ഇത് ജോലിയുടെ ഒരു ഭാഗം മാത്രമാകുന്നു. ശക്തമായി താക്കീത് നൽകുക എന്നത് അവരുടെ ജോലിയേ അല്ല. യാതൊരു പരിഹാര മാർഗവും ഇല്ലാതാകുമ്പോൾ ശിക്ഷക്കായി ശുപാർശ ചെയ്യുക എന്നത് ഒരു അവസാന മാർഗം മാത്രമാണ്. ഞാൻ വീണ്ടും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അഥവാ ശിക്ഷണ വിഭാഗം, തർബിയത്ത് വിഭാഗം പ്രവർത്തനക്ഷമമാകുകയാണെങ്കിൽ ഉമ്മൂർ ആമയുടെ ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. അത് ജമാഅത്തങ്ങളുടെ പരസ്പര കലഹങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ജമാഅത്തംഗങ്ങളുടെ മോശമായ കാര്യങ്ങളിൽ അകപ്പെട്ടതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ എതിരാളികൾ മൂലമോ അല്ലെങ്കിൽ ദുർബല വിശ്വാസികൾ മൂലമോ ജമാഅത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയിക്കൊള്ളട്ടെ. ചില സമയങ്ങളിൽ ശിക്ഷണ വിഭാഗം ജമാഅത്ത് അംഗങ്ങളുമായി ഒരു പ്രത്യേക ബന്ധം സ്ഥാപിച്ച് ഇത് സംബന്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തൽഫലമായി എവിടെയെല്ലാം ഈ പരിശ്രമത്തിന്റെ ഫലമായി ജനങ്ങളുടെ പരാതികൾ ഇല്ലാതാകുകയും സംവിധാനത്തോടുള്ള തെറ്റിദ്ധാരണകൾ അകലുകയും ചെയ്യുന്നുവോ അവിടെയെല്ലാം അവർ ജമാഅത്തിന്റെ തീരുമാനങ്ങളെ ബഹുമാനിക്കുകയും ആദരവോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മുനാഫികളിൽ നിന്നും ദുർഭാവനയിലകപ്പെട്ട ജമാഅത്ത് അംഗങ്ങളിൽ നിന്നും മുതലെടുക്കുവാനുള്ള എതിരാളികളുടെ ശ്രമങ്ങളും വിഫലമായി തീരുന്നു.
ചുരുക്കത്തിൽ ശിക്ഷണ വിഭാഗത്തിനും ഉമ്മൂറെ ആമയ്ക്കും ചില കാര്യങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് വളരെയധികം അനിവാര്യമായ കാര്യമാകുന്നു. ഉമ്മൂറെ ആമയുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വിശാലമായതാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ജമാഅത്തിൽ സാമൂഹിക സ്ഥിരത നിലനിർത്തുന്നതിനായി പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാകുന്നു. ജമാഅത്തങ്ങൾക്ക് ജോലിയും മറ്റ് ജീവിതോപാധികൾക്കായുള്ള മാർഗങ്ങൾക്കായുള്ള നിർദ്ദേശവും സഹായവും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാകുന്നു. സൃഷ്ടി സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാകുന്നു. സ്നേഹത്തോടും മമതയോടും കൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കലഹങ്ങൾ ഇല്ലാതാക്കേണ്ടതും മറ്റും അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടവയാകുന്നു. ഏതായിരുന്നാലും ഖദയുടെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉമ്മൂറെ ആമയ്ക്ക് യാതൊരു കൈകടത്തലുമില്ല തന്നെ. എന്നാൽ ഖദയുടെ തീരുമാനങ്ങളെ നടപ്പിൽ വരുത്തേണ്ട ഉത്തരവാദിത്തം അവരുടേതാണ്. എന്നാൽ ഈ തീരുമാനത്തിന് ശേഷം ഏതെങ്കിലും പക്ഷം അത് പ്രാവർത്തികമാക്കുന്നതിൽ ഒഴിവുകഴി കാണിക്കുകയാണെങ്കിൽ അതിനെ നിരാകരിക്കുന്നതിലൂടെ എന്തിനാണ് സ്വന്തം ദീനിനെ നശിപ്പിക്കുന്നത്, അല്പം ഭൗതിക ലാഭത്തിനായി സ്വന്തം ദീനിനെ എന്തിനാണ് നശിപ്പിക്കുന്നതെന്ന് സമാധാനപരമായി അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഉമ്മൂറാമയുടെ ഉത്തരവാദിത്തമാകുന്നു. കൂടാതെ അത്തരക്കാർ എന്റെ സമയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം തെറ്റിലായിരുന്നിട്ടും അവർ വീണ്ടും വീണ്ടും എനിക്ക് എഴുതുന്നു. മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ധാരാളം പേർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല ഉമ്മൂറാമയുടെ ജോലി, മറിച്ച് ആ ശിക്ഷകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരും അതിനായി സർവ്വ പരിശ്രമം നടത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാകുന്നു. അഥവാ എവിടെയെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ജമാഅത്തിന്റെ അന്തസ്സിന് കളങ്കമുണ്ടാകുന്നതായി മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ശിക്ഷണ വിഭാഗവുമായി സഹകരിച്ച് മുറബിമാരുടെ സഹായവും കരസ്ഥമാക്കിക്കൊണ്ട് ജമാഅത്തിന്റെ അന്തസ്സിനെ സംരക്ഷിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വിശ്വാസത്തെയും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ചെയ്യേണ്ടത്. ചില സമയങ്ങളിൽ ഭാരവാഹികളുടെ പെരുമാറ്റം സംവിധാനത്തിനത്തിൽ ദുർഭാവനകൾ സംജാതമാക്കുന്നു. ഉദാഹരണമായി, ഒരു വ്യക്തി തന്റെ ആവശ്യത്തിനായി കാലത്തിന്റെ ഖലീഫയ്ക്ക് അപേക്ഷ നൽകുന്നു. അപ്പോൾ ജമാഅത്ത് പ്രസിഡന്റോ അമീറോ ഉമ്മൂറെ ആമയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഭാഗമോ കേന്ദ്രത്തിൽ നിന്നുള്ള ആവശ്യപ്രകാരം ഉടനെ റിപ്പോർട്ട് നൽകുന്നതിന് പകരമായി എന്തുകൊണ്ട് ഞങ്ങൾ മുഖേന അപേക്ഷ നൽകിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വ്യക്തിയോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അതിൽ കാലതാമസമുണ്ടാകുന്നു. പിന്നീട് അതിന് മറുപടി അയക്കാതെ ആവുമ്പോൾ ആ വ്യക്തിയിൽ ദുർഭാവന ഉണ്ടാകുകയും എനിക്ക് നേരിട്ട് എഴുതുകയും ചെയ്യുന്നു. നടപടിയിൽ കാലതാമസം ഉണ്ടാകുന്ന അപേക്ഷകളാണ് പ്രത്യേകിച്ച് അവരിൽ ദുർഭാവന ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ അപേക്ഷ എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല എന്ന് കരുതപ്പെടുന്നു. കാലത്തിന്റെ ഖലീഫയുടെ പക്കൽ തങ്ങളുടെ അപേക്ഷകൾ എത്തിയിട്ടില്ല എന്ന് കരുതപ്പെടുന്ന അവസ്ഥാവിശേഷം തന്നെ ഉടലെടുക്കുന്നു. ഒരു ഭാഗത്ത് ഞങ്ങളോട് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന അവസ്ഥ, മറുഭാഗത്ത് ഞങ്ങളോട് ചോദിക്കാത്തത് കൊണ്ട് അതിൽ നടപടിയെടുക്കില്ല എന്ന അവസ്ഥ. തൽഫലമായി കാലത്തിന്റെ ഖലീഫയുടെ മേലും ഖലീഫയുടെ ഓഫീസിനു മേലും ദുർഭാവനകൾ ഉടലെടുക്കുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ തെറ്റായ ധാരണകളാണ്. എല്ലാ കത്തുകളും എത്തുന്നുണ്ട്. ഇവിടെ എത്തുന്ന എല്ലാ കത്തുകളും തുറക്കുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനെ തടഞ്ഞു വെക്കാറില്ല. ഓരോ അപേക്ഷകളിലും ബന്ധപ്പെട്ട ജമാഅത്തിന്റെ റിപ്പോർട്ടിനായി ആവശ്യപ്പെടാറുണ്ട്. ചുരുക്കത്തിൽ ജമാഅത്ത് അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ എത്തുന്ന അവരുടെ ഓരോ കത്തുകളും തുറക്കപ്പെടുകയും വായിക്കപ്പെടുകയും അതിൽ നടപടികൾ എടുക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ബന്ധപ്പെട്ട ജമാഅത്ത് വിഭാഗം അതിന് മറുപടി നൽകുന്നതിൽ കാലതാമസം വരുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഭാരവാഹികളിൽ തങ്ങളുടെ ഈ നടപടി ജമാഅത്ത് അംഗത്തിന്റെയും കാലത്തിന്റെ ഖലീഫയുടെയും ഇടയിൽ അന്തരമുണ്ടാക്കുന്നതിന് കാരണമായി തീരുന്നതാണെന്ന ഭയമുണ്ടായിരിക്കേണ്ടതാണ്. സംവിധാനത്തെ സംബന്ധിച്ച് ദുർഭാവന ഉണ്ടാക്കുന്നവരായി തീരുന്നതാണ്. അങ്ങനെ ആ ബന്ധപ്പെട്ട ഭാരവാഹി തെറ്റുകാരനായി തീരുന്നതായിരിക്കും. ഒരാളുടെ വിശ്വാസത്തെ പണയം വെച്ച് അവർ സ്വയം പാപിയായി കൊണ്ടിരിക്കുന്നതായിരിക്കും. അത്തരക്കാർ ഭയപ്പെടേണ്ടതാണ്. ഓരോ ഭാരവാഹിയും മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത, വിശേഷിച്ച് ജമാഅത്ത് തങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ മനസ്സിലാക്കേണ്ടത്, അഥവാ
അവർ തങ്ങളുടെ ജോലികളിൽ അലസത കാണിക്കുകയും ജനങ്ങൾക്ക് അവകാശങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ കേവലം തങ്ങളുടെ അമാനത്തുകളിൽ വിശ്വാസവഞ്ചന കാണിക്കുന്നവർ മാത്രമായിരിക്കില്ല, മറിച്ച് അള്ളാഹുവിന്റെ പിടിയിൽ അകപ്പെടുന്നവരുമായിരിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഒരു റിവായത്തിൽ ഇപ്രകാരമാണ് വന്നിട്ടുണ്ട്: ഒരു ഇമാം, ഇതുകൊണ്ടുള്ള വിവക്ഷ ഓരോ ഭാരവാഹിയുമാകുന്നു, ആവശ്യക്കാർക്കും ദരിദ്രർക്കും അഗതികൾക്കും മുന്നിൽ തന്റെ കവാടങ്ങൾ അടച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു അയാളുടെ ആവശ്യങ്ങൾക്കായി ആകാശത്തിന്റെ കവാടം അടയ്ക്കുന്നതായിരിക്കും. അതിനാൽ ഇത്തരം ചിന്താഗതിയുള്ള ഭാരവാഹികൾ അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നതിൽ ധൃതി കാണിക്കേണ്ടതാണ്. കുറഞ്ഞപക്ഷം ഉടൻ തന്നെ റിപ്പോർട്ടെങ്കിലും അയക്കുക. പിന്നീട് അത് പരിശോധിച്ച് എത്രത്തോളം ഈ ആവശ്യം പൂർത്തിയായി കൊടുക്കാമെന്ന് നോക്കേണ്ട ജോലി കേന്ദ്രത്തിനാകുന്നു. എന്നാൽ മറുപടി നൽകാതിരിക്കുക, അപേക്ഷയെ ഒരു മൂലയിൽ നിക്ഷേപിക്കുക എന്നത് വളരെ വലിയ അപരാധമാകുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി കഴിയുന്നത്ര പരിശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ടത്. എല്ലാ നന്മകളും ചെയ്യുന്നതിലേക്ക് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. അഥവാ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ അതിനുശേഷം സൽക്കർമ്മം ചെയ്യുന്നതിനായി പരിശ്രമിക്കുക. ഈ നന്മ തിന്മയില്ലാതാക്കുന്നു. ജനങ്ങളുമായി സൽസ്വഭാവത്തോടും നല്ല രീതിയിലും പെരുമാറുക. അതുപോലെ മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസയെയും മാസിബിന് ജബലിനെയും യമനിലെ 2 വ്യത്യസ്ത ഭാഗങ്ങളിലെ കാര്യദർശികളായി നിയമിച്ചപ്പോൾ ഇപ്രകാരം ഉപദേശം നൽകുകയുണ്ടായി: എളുപ്പത്തെ സംജാതമാക്കുക, പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, സ്നേഹവും സന്തോഷവും വ്യാപിപ്പിക്കുക, വിദ്വേഷം ഉടലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. ഈ ഉപദേശമാണ് ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകേണ്ട ഓരോ ഭാരവാഹികളും തങ്ങളുടെ അടിസ്ഥാന മാർഗനിർദ്ദേശമായി മുന്നിൽ വെക്കേണ്ടത്. ചുരുക്കത്തിൽ ഇതാണ് ഭാരവാഹികൾക്ക് ജമാഅത്തങ്ങളുടെ അവകാശങ്ങൾ നൽകുന്നതിനുള്ള മാർഗം. അങ്ങനെ അവർ ജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നവരും ജമാഅത്തിന്റെ ഒത്തൊരുമയെ നിലനിർത്തുന്നവരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ പൂർത്തിയാക്കുന്നവരും ആയിത്തീരുന്നതാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു യഥാർത്ഥ ഇസ്ലാമികമായ സുന്ദര സമൂഹം സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നാം ആ മഹാത്മാവിനെ അംഗീകരിച്ചുകൊണ്ട് ബൈഅത്തിന്റെ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവരാകുന്നു. ചുരുക്കത്തിൽ ഭാരവാഹികൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട വസ്തുത, ജമാഅത്തങ്ങൾ അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ തിരഞ്ഞെടുക്കുന്നത് തങ്ങളുടെ അമാനത്തുകളുടെ അവകാശങ്ങൾ പൂർത്തിയാക്കുന്നതിനായിട്ടാണ്. ഇനി അഥവാ തിരഞ്ഞെടുക്കപ്പെടുന്നവർ തങ്ങളുടെ ചിന്തയാൽ തിരഞ്ഞെടുക്കുന്നില്ല എങ്കിൽ തന്നെ ഇനി ഭാരവാഹികൾ ചെയ്യേണ്ടത് അള്ളാഹു അവരെ ഏൽപ്പിച്ച അമാനത്തുകളുടെ അവകാശങ്ങളെ പൂർത്തിയാക്കുക, തങ്ങളുടെ കടമകളെ സതുദ്ദേശത്തോടു കൂടി പൂർത്തിയാക്കുക, അള്ളാഹുവിന്റെ ഭയം ഹൃദയത്തിൽ സംജാതമാക്കിക്കൊണ്ട് നിർവഹിക്കുക, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി ചെയ്യുക, കാലത്തിന്റെ ഖലീഫയുടെ സുൽത്താൻ നസീർ ആയിക്കൊണ്ട് കടമകൾ നിർവഹിക്കുക, സാധ്യമാകുന്നിടത്തോളം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ സുദൃഢതക്കായും അവരുടെ ഗുണത്തിനായും പ്രവർത്തിക്കുക. അങ്ങനെ ചിന്തിക്കുകയും ആ ചിന്തയോടുകൂടി തന്നെ തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുകയും ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും അനുഗ്രഹങ്ങൾ ചൊരിയുന്നു, എല്ലാ അവസരങ്ങളിലും സഹായിയായി മാറുകയും ചെയ്യുന്നതാണ്. അങ്ങനെയല്ല എങ്കിൽ നാം തഖ്വയിൽ നിന്ന് അകന്നു പോകുന്നവരായി തീരുന്നതാണ്. അള്ളാഹുവിനോടും വിശ്വാസവഞ്ചന ചെയ്യുന്നവരായിത്തീരും, കാലത്തിന്റെ ഖലീഫയോടും വിശ്വാസവഞ്ചന ചെയ്യുന്നവരായിത്തീരും. നിങ്ങളിൽ വിശ്വസിച്ചവരെയും ശരിയായതോ തെറ്റായതോ ആയിക്കൊള്ളട്ടെ അവരുടെ വിശ്വാസങ്ങളെയും നഷ്ടപ്പെടുത്തുന്നവരായിത്തീരുന്നതാണ്. അത് തഖ്തസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സ്വന്തം അമാനത്തുകളെയും ഭാരവാഹിത്വങ്ങളെയും ശ്രദ്ധിക്കുന്നവരാണ് വിശ്വാസികൾ. അതായത് ഉത്തരവാദിത്വ നിർവഹണത്തിലും പ്രതിജ്ഞാപാലനത്തിലും ഭയഭക്തിയുടെയും സൂക്ഷ്മതയുടെയും അണു അംശം പോലും ശേഷിപ്പിക്കുന്നതല്ല.
വീണ്ടും മറ്റൊരിടത്ത് പറയുന്നു, മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ 2 തരത്തിലുള്ള അലങ്കാരങ്ങളുണ്ട്. ഒന്ന് കാര്യപ്രാപ്തിയുടെ അലങ്കാരം, അതായത് മനുഷ്യൻ അള്ളാഹുവിനോടുള്ള എല്ലാ കടപ്പാടുകളെയും ഉടമ്പടികളെയും കുറിച്ച് ശ്രദ്ധിക്കുക, സാധ്യമാകുന്നിടത്തോളം അതുമായി ബന്ധപ്പെട്ട കടമ നിർവഹണത്തിൽ യാതൊരു അലസതയും ഉണ്ടാകാതിരിക്കുക, ഉത്തരവാദിത്തങ്ങളെ പൂർത്തിയാക്കുന്നതിൽ യാതൊരു കർമ്മവും പാഴായി പോകരുത്. പറയുന്നു, അതേപോലെ തന്നെ സൃഷ്ടികളോട് ബന്ധപ്പെട്ട അമാനത്തുകളെയും ഉടമ്പടികളെയും ശ്രദ്ധിക്കേണ്ടതും മനുഷ്യന് അനിവാര്യമാകുന്നു. അതായത് അള്ളാഹുവിനുള്ള കടമകളിലും സൃഷ്ടികളുടെ കടമകളിലും ഭയഭക്തി കൈക്കൊള്ളേണ്ടതാകുന്നു. അതാണ് പെരുമാറ്റത്തിലുള്ള അലങ്കാരം. അതിനെ ആത്മീയ സൗന്ദര്യമെന്നും പറയാവുന്നതാണ്. ചുരുക്കത്തിൽ ഓരോ ഭാരവാഹിയും ഓർത്തിരിക്കേണ്ടത് തങ്ങൾക്ക് തങ്ങളുടെ ഉള്ളിൽ ആത്മീയ സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. തങ്ങളാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ഉപദേശങ്ങളെ പ്രഥമ അഭിസംബോധകർ, വിശേഷിച്ച ഭാരവാഹികൾ. ഓരോ അഹമ്മദിയും തഖ്വയിലൂടെ ചരിക്കുന്നതാണെന്നും ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതാണെന്ന പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. എന്നാൽ ഭാരവാഹികളും ജമാഅത്തിന്റെ സേവനങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരും ഇക്കാര്യങ്ങളിൽ പ്രഥമ അഭിസംബോധകരാകുന്നു. അവർ തങ്ങളുടെ പ്രതിജ്ഞകളെയും അമാനത്തുകളെയും സംരക്ഷിക്കുക, തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഭയഭക്തി കരസ്ഥമാക്കിക്കൊണ്ട് തങ്ങളുടെ എല്ലാ കഴിവുകളോടും കൂടി പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കേവർക്കും അതിനുള്ള സൗഭാഗ്യം തന്നരുളുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.